ഹലോ നമസ്കാരം വൺസ് അഗൈൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. തത്സമയം തിരൂരിന്റെ മണ്ണിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. തിരൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുർക്കുളി മൊയ്തീൻ 7,000 വോട്ടുകൾക്കാണ് 2 തവണയും നിയമസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, ഇക്കുറി അത് മറികടക്കാൻ വേണ്ടി താനൂരിൽ നിന്ന് തിരൂരിലേക്ക് എത്തിയിരിക്കുന്നത് സാക്ഷാൽ വി അബ്ദുറഹ്മാൻ. നമുക്കൊപ്പം സ്പോർട്സ്, വഖഫ്, ഹജ്ജ്, പിൽഗ്രിമേജ്, പോർട്ട്, റെയിൽവേ, അങ്ങനെ നിരവധി വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളുടെയൊക്കെ തലപ്പത്തുണ്ടായിരുന്ന നമ്മളുടെ മുൻ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം മന്ത്രി ചേരുന്നു വി അബ്ദുറഹ്മാൻ. വെൽക്കം വി അബ്ദുറഹ്മാൻ, വെൽക്കം ടു ഇലക്ഷൻ എക്സ്പ്രസ്. ഒറ്റ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, താനൂരിൽ നിന്ന് ഭയന്നാണ് തിരൂരിലേക്ക് വന്നതെന്നാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്. എന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേങ്ങരയിൽ നിന്നും കുഞ്ഞാലിക്കുട്ടി എങ്ങനെയാണ് മലപ്പുറത്ത് എത്തിയത്? ഭയന്നാണോ പോയത്? തിരൂർ ഹോം ഗ്രൗണ്ടാണ്, അതിലേക്ക് തിരിച്ചു വന്നതല്ലേ? പക്ഷേ സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ ആർക്കും ആഗ്രഹമുണ്ട്. സ്വന്തം നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ കേരളത്തിലുണ്ടാവും. അതുതന്നെ കാരണം, മറ്റൊന്നുമല്ല. തിരൂരില് മുനിസിപ്പാലിറ്റിയിൽ 2 തവണ മത്സരിച്ച് വിജയിച്ച് 1 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, 1 തവണ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ. ഈ മണ്ഡലത്തെ അടുത്തറിയാവുന്ന ആളാണ്. പക്ഷേ വളരെ വൈകിയാണ് പ്രചരണം തുടങ്ങിയത്. ഓടിയെത്തൂ? തീർച്ചയായും. ഇപ്പോൾ ഏകദേശം പഞ്ചായത്തുകളിലൊക്കെ തന്നെ പോയി കഴിഞ്ഞു. പിന്നെ മുനിസിപ്പാലിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം അപരിചിതമല്ല. എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരെയും അറിയുന്നതാണ്. ഇവിടുത്തെ ജനങ്ങളെ മൊത്തത്തിൽ ഭൂരിപക്ഷം ആളുകളെയും ഞാൻ നേരിട്ട് പരിചയമുള്ളവരാണ്, സംസാരിക്കുന്നവരാണ്, പേരറിയുന്നവരാണ്. പിന്നെയുള്ള ബാക്കിയുള്ള 5 പഞ്ചായത്തുകൾ അതിലെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ മുമ്പ് രാഷ്ട്രീയ രംഗത്ത് പഴയ ഉള്ള സമയത്തൊക്കെ അവിടെ ഭാരവാഹികളായി പ്രവർത്തിച്ച കാലത്തുള്ള ആളുകൾ തന്നെയാണ്. മണ്ഡലം അപരിചിതമല്ല, തീർച്ചയായും അല്ല. ഈ കുർക്കുളി മൊയ്തീൻ വളരെ ജനകീയനാണ്, എല്ലാവരുടെയും തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ കുർക്കുളി മൊയ്തീനെയാണ് നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ താനൂരിൽ നേരിട്ടതുപോലെയല്ല, മത്സരം കടുക്കുമോ ഇവിടെ? അപ്പോൾ ഇവിടെ തോളിൽ കൈയിടലൊന്നും രാഷ്ട്രീയത്തിൽ പുതുമയൊന്നുമില്ല. കല്യാണത്തിന് പോകുന്നത്, തോളിൽ കളിയിടുന്നത്, മരണത്തിന് പോകുന്നത്, അതൊന്നുമല്ല. നിങ്ങൾ ഈ നാടിന് എന്ത് നൽകി എന്നുള്ളതാണ് പുതിയ ജനറേഷൻ ചോദിക്കുക. പുതിയ കാലത്ത് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് ഈ നാട്, ഞാൻ ജനിച്ചു വളർന്ന നാട്, അവിടെ എന്താണ് നിങ്ങൾ തന്ന സംഭാവന? അതാണ് ജനപ്രതിനിധികളോട് സ്വാഭാവികമായി ഈ കാലത്ത് ചോദിക്കുന്നത്. രാഷ്ട്രീയത്തിന് വലിയ ഒരു പ്രാധാന്യം നൽകാത്ത ഒരു തലമുറയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പലപ്പോഴും പല ക്ലബ്ബുകൾ അല്ലെങ്കിൽ യുവജന കൂട്ടായ്മകളൊക്കെ തന്നെ പോകുമ്പോൾ അവർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ പോലും തയ്യാറാകുന്നില്ല. അത്തരത്തിലൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു നാടിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, ഒരു നാടിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ മുൻകൈ എടുക്കുന്ന ആളുകൾക്കാണ് പുതിയ തലമുറ പ്രയോറിറ്റി നൽകുന്നത്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ തിരൂരിലെ മുൻ MLAക്ക് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള MLAക്ക് കഴിഞ്ഞ 4-5 ടൈമായി തിരൂരിൽ മത്സരിച്ച് വിജയിച്ച MLAമാർക്ക് സാധ്യമാകാത്തൊരു കാര്യമാണ് കാലത്തിനനുസരിച്ച് മാറ്റം ഈ നാട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. തിരൂരിലെ ക്യാമ്പയിന് വി അബ്ദുറഹ്മാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാഗ് എന്താണ്? നാട്ടുകാരൻ എന്ന ടാഗിനും അപ്പുറത്തേക്ക് എൻ്റെ നാടിന് അല്ലെങ്കിൽ ഈ നാടിന് ലഭ്യമാകേണ്ട അടിസ്ഥാന സൗകര്യ വികസനം അല്ലെങ്കിൽ കാലത്തിനനുസൃതമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിൽ ഉടനീളം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത മണ്ഡലത്തിലെ ഒരു MLA, മുസ്ലിം ലീഗിൻ്റെ MLA തന്നെ പറയുന്നു, ഞാൻ 2000 കോടി എൻ്റെ മണ്ഡലത്തിൽ ചിലവഴിച്ചു എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് ധനകാര്യ മാനേജ്മെൻറ്റാണ് ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു മുസ്ലിം ലീഗിൻ്റെ MLA അല്ല, മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക മുസ്ലിം ലീഗിൻ്റെയും MLAമാർ പറയുന്നത് ഞങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങൾ കൂടുതൽ പണം കൊണ്ടുവന്നു. അത് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും ഒരേപോലെ കണ്ട് ഒരേപോലെ പണം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വികസനം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് തിരൂരിൽ ആ പണം എത്തിയില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയമായി വ്യത്യാസമില്ല. ഇപ്പോൾ 2016 തവനൂർ മണ്ഡലത്തിലൊക്കെ ജില്ലയിൽ ഒരു റോഡ് പേര് ചെയ്യാനുള്ള പണം ആ കാലത്തൊന്നും ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് കഥ മാറിയിട്ടുണ്ട്. ധാരാളം പണം പദ്ധതികൾ ചോദിക്കുന്ന ഒരു പണം മലപ്പുറത്ത് നൽകിയിട്ടുണ്ട്.
പക്ഷെ എന്തുകൊണ്ട് തിരൂരിൽ എന്നൊരു ചോദ്യം പക്ഷേ ഈ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയാണോ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത്? പ്രതിപക്ഷം ആവർത്തിച്ച് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് BJPയും CPMും തമ്മിലുള്ള ഡീലാണ്. സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു CJP എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി നേതാവ് ആവർത്തിച്ചു പറയുന്നത് 15 ഇടങ്ങളിൽ ഡീലുണ്ട് എന്നാണ്. നോക്കൂ, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു 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 പ്രചരണം നടന്നത് SIR എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ ഒരു പുതിയ രീതിയാണ് എന്നാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. SIR എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറന്തള്ളാൻ, പൗരത്വത്തിൽ നിന്നും പുറന്തള്ളാൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് എന്നുള്ള പ്രചരണം വ്യാപകമായി മലപ്പുറം ജില്ലയിൽ നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് CPMന് തിരിച്ചടി നേരിട്ടത് ഈ വ്യാജ പ്രചരണത്തിലൂടെയാണ്. 100% ഈ ഒരു വ്യാജ പ്രചരണം നടത്തി. പക്ഷേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SIR പ്രകാരം വോട്ടർ ലിസ്റ്റിൽ വോട്ടിംഗ് വരികയാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഒരാളുടെ വോട്ട് ഇവിടെ നിഷേധിച്ചു. ഒരു വോട്ടും നിഷേധിച്ചിട്ടില്ല. കാരണം എന്താ? മലപ്പുറം ജില്ലയിൽ SIR നടക്കുമ്പോൾ SIRന് നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൃത്യമായി വീക്ഷിക്കാൻ, ഏതെങ്കിലും തരത്തിലുള്ള അപാധകളുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയമായി തന്നെ ഇടപെടാൻ മലപ്പുറത്ത് CPM ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ എവിടെയും പരാതിയും ഉണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വ്യാജ പ്രചരണം നിയമസഭയിൽ ഏൽക്കില്ല എന്ന് മാത്രമല്ല, അത് അനുഭവത്തിൽ മുസ്ലിം ന്യൂനപക്ഷം അനുഭവിക്കട്ടെ. അതുപോലെ തള്ളിക്കളയുമോ BJP ആരോപണം? തീർച്ചയായും, ഒരു സംശയവും വേണ്ട. പക്ഷെ വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആരോപണം ഉണ്ടാവട്ടെ. മലപ്പുറത്ത് ജീവിക്കുന്ന ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു CPMന്റെ നേതാവ് അല്ലെങ്കിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ ആരോടെങ്കിലും ഒരു ചർച്ച നന്നായി പറയാം. അങ്ങ് ധൈര്യമായി ഇപ്പോഴും പറയുമോ? അന്ന് EMS നമ്പൂതിരിപ്പാട് 1979 പറഞ്ഞതുപോലെ ഒരു RSS ഹിന്ദു വർഗീയവാദിയുടെയും വോട്ട് എനിക്ക് വേണ്ട എന്ന് തുറന്നു പറയുമോ? നോക്കൂ, ഇവിടെ RSS മാത്രമല്ല, എന്താണോ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്നത് ബഹുസ്വരത, അതിൽ അടിയുറച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം മലപ്പുറത്ത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങളാരും തയ്യാറല്ല. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മതേതരത്വ വോട്ടുകൾ കൃത്യമായി തന്നെ ഇടതുപക്ഷ ശരിയിലേക്ക് എത്തപ്പെടും. മതേതര വോട്ടുകൾ മതി എന്നാണോ? മതേതര വോട്ടുകൾ തന്നെയാണല്ലോ ഭൂരിപക്ഷം. മലപ്പുറത്തെ മതേതര വോട്ടുകളാണ് പലപ്പോഴും വിധി നിർണ്ണയിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പലപ്പോഴും ഏത് കാലത്തെ തിരഞ്ഞെടുപ്പെടുത്താലും നിങ്ങൾ പരിശോധിച്ച് നോക്കും, വർഗീയമായൊരു ചേരിതിരിവുണ്ടാക്കാൻ മുസ്ലിം വിഭാഗങ്ങളെ പോളറൈസ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ എപ്പോഴും അവർ ശ്രമിച്ചിട്ടുണ്ട്. പുറത്ത് ജനാധിപത്യവാദികളെന്നും മതേതരത്വവാദികളെന്നും മുസ്ലിം ലീഗ് പറയുമെങ്കിലും കൃത്യമായി ഇന്ന് അതിൻ്റെ ചിത്രം എന്നുള്ളത് മുസ്ലിം വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുക എന്ന രീതിയാണ് മുസ്ലിം ലീഗ് മലപ്പുറത്തും ഇന്ന് കേരളത്തിലും എടുക്കുന്ന ഒരു അവരുടെ ഈ BJP ഡീൽ എന്ന പ്രതിപക്ഷവും ആവർത്തിക്കുന്നത് ഈ മൈനോറിറ്റി വോട്ട് കൃത്യമായി UDFന് പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്ന്, അതിലപ്പുറത്തേക്ക് ഒരു ഭയം ജനിപ്പിക്കുക എന്നതാണോ ഉദ്ദേശം? എന്നത് മാത്രമാണ്. അതൊരു കുടില തന്ത്രമാണോ? തീർച്ചയായും. നോക്കൂ, കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണം എന്നുള്ളത് അത് ഇന്ത്യക്ക് മാതൃകയാണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്നത്. വികസനം ചർച്ച ചെയ്യരുത്, അതാണോ? അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കാൻ പാടില്ല എന്നിവർ ആഗ്രഹിക്കുന്നു. വികസന ചർച്ചകൾ വന്നാൽ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നതാണ്. 16 മുമ്പുള്ള ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. 10 വർഷം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അതിനു മുമ്പുള്ള 5 വർഷമോ അല്ലെങ്കിൽ അതിനു മുമ്പ് കാലഘട്ടത്തിലോ കേരളത്തിന് എന്ത് സംഭാവന ചെയ്തു? ഒരു ഉദാഹരണം മാത്രം പറയാം. ആ ഒരു 16-ലെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എത്ര തവണ ട്രഷറി പൂട്ടി എന്നുള്ളതിന് കണക്ക് മാത്രമേ. ഈ 10 വർഷം അത് 5 വർഷത്തെ കണക്ക്. ഈ 10 വർഷം ഒരു ദിവസമെങ്കിലും കേരളത്തിലെ ട്രഷറി വകുപ്പിൻ്റെ കീഴിലുള്ള ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള
റഷ്യ ഏതെങ്കിലും സമയത്ത് പക്ഷേ 3 ലക്ഷം 5 ലക്ഷം ഒന്നും കോൺട്രാക്ടർമാർ മാറിയിട്ടില്ല കൃത്യസമയത്ത്. അത് എല്ലാ കാലങ്ങളും ഉണ്ടായി. അത്രേ ഉള്ളൂ. എല്ലാ കാലങ്ങളും ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴാണ് ഏതെങ്കിലും ഒരു ബില്ലുണ്ടെങ്കിൽ PWD ബില്ലാണെങ്കിൽ 3 മാസം 4 മാസം എല്ലാ കാലത്തും പിടിച്ചു. ഒരു ചോദ്യം കൂടി. നിലവിൽ ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇക്കുറി UDF അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. SDP ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ UDF പിന്തുണയും കൊടുക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP പിന്തുണ UDF സ്വീകരിക്കുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടോ? അത് തന്നെയല്ലേ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഡീൽ എന്ന് പറയും. ആ ഡീൽ എന്ന പേരിലുള്ള പ്രചരണം ഇത് നടത്തുന്നു. ഇത്തരത്തിലുള്ള കൂട്ടുകൂടലുകൾ പുറത്തറിയാതിരിക്കുക, അതോടൊപ്പം തന്നെ വികസനം ചർച്ച ചെയ്യപ്പെടാതിരിക്കുക, ഇതല്ലേ ഇതിന്റെ യാഥാർത്ഥ്യം. ഏതൊരു സ്വാഭാവിക അതായത് BJP ഡീൽ എന്നുള്ള ആരോപണം വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം മറച്ചുവെക്കാൻ വേണ്ടിയും വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുമാണ്. തീർച്ചയായും അത് തന്നെയാണ്. അതിലപ്പുറത്ത് മറ്റൊന്നും അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. എന്നും അധികാരത്തിൽ മാത്രം ഇരുന്നിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 2 തവണ അധികാരത്തിന് പുറത്തായിട്ട് 1 തവണ കൂടി പുറത്തേക്ക് വരിക എന്നുള്ളത് ആത്മഹത്യാപരമായിരിക്കും. ഇനി നിലനിൽപ്പിന്റെ പ്രശ്നമായി അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഭരണത്തില്ലാത്തൊരവസ്ഥ. പക്ഷേ ലീഗ് നോക്കൂ, മികച്ച സ്ഥാനാർത്ഥി പട്ടികയല്ലേ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? ഒരു 10 വർഷം മുമ്പുള്ള 2 സ്ഥാനാർത്ഥി പട്ടികകൾ നിങ്ങൾ പരിശോധിക്കൂ. സ്ഥാനാർത്ഥികളല്ലല്ലോ പ്രശ്നം. സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടാണ് പാർട്ടിയിലുള്ള ഇന്നർ ഫൈറ്റ് ഒഴിവാക്കാൻ പുതിയ ആളുകൾ കൊടുക്കേണ്ടി വന്നു. എത്രയോ വർഷങ്ങളായി MLA-മായിരിക്കുന്ന ആളുകളല്ലേ ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ധാരാളം ആളുകൾ അസംതൃപ്തരല്ലേ സീറ്റ് കിട്ടാത്തതുകൊണ്ട്. അതെല്ലാം നിലനിൽക്കുകയല്ലേ. പക്ഷേ G. സുധാകരൻ പോയി, TC ഗോവിന്ദമാഷ് പോയി, TK പോയി. G. സുധാകരൻ എന്ന് പറയുന്ന CPM-ന്റെ സമുന്നതനായ പഴയ നേതാവ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ അത് വെച്ച് നമ്മൾ നിലവിലുള്ള CPM-ന്റെ വോട്ടർപ്പട അല്ലെങ്കിൽ ഭരണത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ താരതമ്യം ചെയ്യണം. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. നോക്കൂ, ലോകത്ത് എത്രയോ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ എത്ര തവണ അദ്ദേഹം നിയമസഭയിൽ വന്നു, മന്ത്രിയായിട്ടുണ്ട്, വ്യത്യാസം SFIയിലൂടെ വളർന്നു വലുതായ ഒരാളാണ്. അപ്പം അത്തരം ആളുകൾ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് എത്ര കണ്ട് അതിനെ മുഖവിലക്കെടുക്കണമെന്നുള്ളത് പൊതുസമൂഹം തന്നെയാണ് തീരുമാനം. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അങ്ങ് ഇക്കുറി ശരിക്കും മത്സരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ആദ്യം മനസ്സിലാക്കിയതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇക്കുറി ഇല്ല എന്നുള്ളതാണ്. ബിസിനസ്സിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നുള്ളതാണ്. ഓപ്പണായി ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം അങ്ങേക്ക് ബിസിനസ്സിൽ ലാഭമായിരുന്നു നഷ്ടമായിരുന്നു? സ്വാഭാവികമായും നഷ്ടമാണ്. പിന്നെ ഈ രാഷ്ട്രീയം കൊണ്ട് പണം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിച്ചു, അതിന് ശ്രമിച്ചുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ അതായത് ബിസിനസ്സിൽ നഷ്ടമായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആണ് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ പാർട്ടി മുന്നണിയും ആവശ്യപ്പെട്ടപ്പോൾ മത്സരിക്കുന്നതാണ്. ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ധാരാളം പാവങ്ങളെ സഹായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇപ്പോൾ താനൂർ എന്ന നിയോജക മണ്ഡലം എത്രയോ പിന്നിലായിരുന്നു. നല്ല വിദ്യാലയങ്ങളില്ല, നല്ല റോഡുകളില്ല, നല്ല ആശുപത്രിയില്ല, നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഈ ഗവൺമെൻറ് കാലത്ത് എനിക്ക് സത്യത്തിൽ അഭിമാനം തോന്നുന്നു. പിണറായി പോലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു മന്ത്രിയായിരുന്നു, ഒരു MLA ആയിരുന്നു. ആ ഒരു അവസരത്തിൽ ആ ഒരു പിന്തുണയോടുകൂടി ആ നാടിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. താനൂർ ഇക്കുറിയും LDF ജയിക്കും അങ്ങയുടെ മണ്ഡലത്തിൽ. അവിടുത്തെ ജനങ്ങൾ അവരുടെ കൺമുൻപിൽ അത് വാക്കുകൾ അവരുടെ ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു കോണിലെ ഒരാളാണെങ്കിൽ ആ നാട്ടിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും ഈ ഭരണത്തിൻ്റെ. ഇതാണ് അവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് എന്തിന് അവർ മാറി വോട്ട് ചെയ്യണം? ശരി, തിരൂരിൽ എത്ര ഭൂരിപക്ഷം പ്രവചിക്കുന്നു? 5000 വോട്ടിലധികം നിലവിലുള്ള കണക്ക് പ്രകാരം നമ്മൾ ചെയ്യും. കോൺഫിഡൻസ് ആണ്. 7000 വോട്ടാണ് കഴിഞ്ഞ തവണ കുർക്കുളിക്ക് മറിഞ്ഞത്. അതായത് 5000 വോട്ട് മറിഞ്ഞാൽ അങ്ങ് വിജയിക്കും. പക്ഷെ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങ് പ്രതീക്ഷിക്കുന്നു. ചോദിക്കട്ടെ, താനൂരിൽ ഇപ്പോഴും ഞാൻ പോയി മത്സരിച്ചാൽ നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പോലെയല്ല, കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇപ്പോഴത്തെ എല്ലാ വികസന പദ്ധതികൾ പൂർണ്ണതയിലെത്തിയ ഒരു കാലഘട്ടമാണ്. ശരി, ഓൾ ദി ബെസ്റ്റ് വി അബ്ദുറഹ്മാൻ. ഗംഭീരമാവട്ടെ പോരാട്ടം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.